Assalamualaikum, welcome to Rosmin's Kitchen. Hi friends, ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്രീമി ബനാന ബോട്ടാണ്. വളരെ ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് ഞാൻ ഒരിക്കൽ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് റെസിപ്പി നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ വിചാരിച്ചു. ഇത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. കുട്ടികൾ അധികം ബനാന കഴിക്കാൻ ഇഷ്ടപ്പെടില്ല. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ടാണ് ഇത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാല്ലാ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്രീമി ബനാന ബോട്ടിന്റെ ഫില്ലിംഗ് ആണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. അതിനൊരു പാത്രം വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് 200 ml മിൽക്ക്, 2.5 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ മിക്സ് ചെയ്തൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ അതിലേക്ക് 100 ഗ്രാം ക്രീം ചീസും കൂടി എടുത്ത് അതും കൂടി ഇടുക. അതും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് മെൽറ്റ് ആയിക്കോളും, കുഴപ്പമില്ല. ആ സമയത്ത് ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് 1/2 കപ്പ് മിൽക്ക്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മിക്സ്ചർ എന്ത് ചെയ്യണം, ഇതിലേക്ക് ഒഴിക്കുക. ഇതിലേക്ക് ഒഴിച്ച് ഒന്നും കൂടി മിക്സ് ചെയ്യാൻ. ആ മിക്സ് ചെയ്യുന്ന സമയത്ത് 1/4 ടീസ്പൂൺ സിനമൺ പൗഡർ, പിഞ്ച് ഓഫ് സോൾട്ടും കൂടി ഇടാം. ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം കണ്ടൻസ് മിൽക്ക് എടുക്കാൻ, അത് 100 ഗ്രാം കണ്ടൻസ് മിൽക്കും കൂടി വെച്ച് കൊടുക്കാൻ. തീ ഇത്തിരി കൂട്ടിയതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതും കൂടി മെൽറ്റ് ആയിക്കോളും, ഡോണ്ട് വറി. ഓക്കെ, വെനില എസൻസും കൂടി ഇട്ട് കൊടുക്കാൻ. വെനില എസൻസ് ഇട്ട് നന്നായിട്ട് തിക്കാകുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് വെക്കാം. ഓൾറെഡി നന്നായിട്ട് കട്ടിയാവരുത്, എന്നാലും കട്ട പിടിച്ചു പോകാനും പാടില്ല. നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് വെക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ബബിളായി വരുമ്പോൾ നന്നായിട്ട് കട്ടിയാവരുത്. ഓക്കെ, നന്നായിട്ട് ബബിൾ വരുന്ന സമയത്ത് ഈ സമയത്ത് നിങ്ങൾക്ക് തീ ഓഫ് ചെയ്യാം. ഓൾറെഡി തണുക്കാൻ വേണ്ടിയിട്ട് ഈ ക്രീം മാറ്റി വെക്കുക. ആ സമയത്ത് നിങ്ങൾ ബനാന ഫ്രൈ ചെയ്യണം. അതിന് നല്ല 2 പഴുത്ത ബനാന എടുത്തിട്ട്, നല്ല പഴുത്ത ബനാന ടേസ്റ്റ് കൂടും. പഴുത്ത ബനാന എടുത്ത് 2 സൈഡും കളഞ്ഞ് അത് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ 2 സൈഡും കളഞ്ഞ് തൊലിയും കളഞ്ഞ് പാത്രത്തിൽ എണ്ണ ഒഴിക്കാൻ വെക്കാൻ, അത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ വെച്ച് അതൊന്ന് നല്ല ചൂടാകുന്ന സമയത്ത് എണ്ണയിലിടാൻ. അത് എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. ആ സമയത്ത് ഓൾറെഡി ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ആ സമയത്ത് മാറ്റി വെക്കാൻ, ഈ ബനാന ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം പൈപ്പിംഗ് ബാഗ് എടുത്ത് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രീം, അത് ഓൾറെഡി തണുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഫില്ല് ചെയ്യാം. ഞങ്ങളൊരു പാത്രം എടുത്ത്, അത് സേവിങ് പാത്രം എടുത്ത് അതിലേക്ക് 2 ബനാന വെച്ച് അതിന് നീളത്തിൽ ഇതുപോലെ കട്ട് കൊടുക്കാൻ. ഇതുപോലെ നീളത്തിൽ 2 ബനാനയും ഇതേപോലെ കട്ട് കൊടുക്കാൻ. അതേപോലെ തന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം, സൈഡും കൂടി കട്ട് കൊടുക്കണം. നന്നായിട്ട് മുറിക്കണ്ട. എന്നിട്ട് അതിലേക്ക് നിങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രീം ഉണ്ടല്ലോ, ആ ക്രീം നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാൻ. നന്നായിട്ട് 2 ബനാന നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇത് നല്ല ടേസ്റ്റാണ്. ഇതിന് സിനിമോണ്ടൊക്കെ സ്മെല്ല് വരും. പിന്നെ ക്രീമും ചീസും പാലും ഏതൊരാൾക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കില്ലല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടാവല്ലോ. നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം ക്രീം. ഫില്ല് ചെയ്ത ശേഷം അതിലേക്ക് പിസ്ത പൗഡർ ഉണ്ടല്ലോ, പിസ്ത നിങ്ങൾ വാങ്ങിയിട്ട് പൊടിച്ച് പിസ്താഷ്യം കൂടി ഇടുമ്പം അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാൻ. 2 സൈഡിലും ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഭംഗിയായിരിക്കും. അതേപോലെ തന്നെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിന്. ഓക്കെ, നിങ്ങൾ ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിൻ്റെ മുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ലൊരു ചോക്ലേറ്റ് സോസും കൂടി വെച്ച് കൊടുത്ത് നല്ലൊരു ഡെക്കറേഷൻ. നല്ല അടിപൊളിയല്ലേ, കാണും നല്ല ലുക്കില്ല. അതേപോലെ കഴിക്കാനും അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.